പ്രിയൻ, ഈ പി കെ ശ്രീമതിയുടെ കാര്യത്തിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടെന്ന തീരുമാനം വരുന്നത്. എന്നാൽ എം വി ഗോവിന്ദൻ പറയുന്നത് പങ്കെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ എം എ ബേബി പറയുന്നു പങ്കെടുത്തോട്ടെ, പിണറായി പറയുന്നു പങ്കെടുക്കണ്ട. ശരിക്കും പി കെ ശ്രീമതി പറയാൻ ഞാൻ സംസ്ഥാനത്തുണ്ടെങ്കിൽ പങ്കെടുക്കും. ശരിക്കും പി കെ ശ്രീമതിക്ക് എന്തോ ചെയ്യാൻ പറ്റുക? പങ്കെടുക്കാൻ പറ്റുമോ, പങ്കെടുക്കാതിരിക്കാൻ പറ്റുമോ? ഇത് പറഞ്ഞ പോലെ വൈരുദ്ധ്യമാണ് ആകെ. സി പി എം എന്ന് പറഞ്ഞാൽ തന്നെ വൈരുദ്ധ്യവും പ്രശ്നവും ആശങ്കയും ഭൗതികവാദം. അതെ, വൈരുദ്ധ്യാത്മക ഭൗതികം, അത് വേറൊരു കാര്യമാണ്. എങ്കിലും ഇവിടെ വന്നിരിക്കുന്ന വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ മാസം 19 നടന്ന സെക്രട്ടറി യോഗത്തിന് മുന്നോടിയായിട്ട് പിണറായി പറഞ്ഞു ശ്രീമതിയോട് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല. ശ്രീമതി അങ്ങനെയാണ് മാറ്റി നിർത്തുന്നത്. രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയ രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീമതിയെ പിണറായി അങ്ങ് വെട്ടി. കയറണ്ട, ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞു. ആകെ ഇളവ് എനിക്ക് മാത്രമാണ്, വേറെ ആരും ഇവിടെ കയറണ്ട എന്നാണ് പിണറായിയുടെ നിലപാട്. ശരി, പി കെ ശ്രീമതി പങ്കെടുത്തില്ല. അന്ന് വൈകുന്നേരം പിണറായിയുടെ വീട്ടിൽ വെച്ചിട്ട് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് ഒരു വിരുന്ന് ഒരുക്കിയിരുന്നു. ആ വിരുന്നിലും പി കെ ശ്രീമതിയെ ക്ഷണിച്ചില്ല. ഇങ്ങനെ ആകെ പ്രശ്നമായിരിക്കുന്ന സമയത്താണ് ഈ വാർത്ത വെളിയിൽ വരുന്നത്, ശ്രീമതിയെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നുള്ള വാർത്ത വെളിയിൽ വരുന്നു. അപ്പോൾ എല്ലാവരും പോയി ആദ്യം ശ്രീമതിയോട് ചോദിച്ചു എന്താണ് കാര്യം. അപ്പോൾ ശ്രീമതി പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ വിലക്കൊന്നുമില്ല, എനിക്ക് പങ്കെടുക്കാം, പക്ഷെ നാട്ടിലുണ്ടാവില്ല, എനിക്ക് ദേശീയ ചുമതലയാണല്ലോ, അപ്പോൾ അവിടെ ആയിരിക്കും ഞാൻ, നാട്ടിലുണ്ടെങ്കിൽ പങ്കെടുക്കാം എന്നൊരു ജാമ്യം എടുത്തു. കാരണം പിണറായിക്ക് ഈ പറയുന്ന തനിക്കൊപ്പം പോകുന്ന നേതാക്കളെ ആരെയും കൂടെ നിർത്തിക്കൊണ്ട് പോകുന്നതിൽ യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഐസക് ആയാലും ബേബി ആയാലും ജയരാജന്മാരായാലും സുധാകരനായാലും എല്ലാം, സുധാകരനായാലും അങ്ങനെ. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ആൾക്കാരെ ഗോവിന്ദനോടും കൂടെ ചോദിച്ചു എന്താ ശ്രീമതി പങ്കെടുക്കുമോ ഇല്ലയെന്ന്. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ശ്രീമതി പങ്കെടുക്കേണ്ടതില്ല. കാരണം എന്താണ്, ശ്രീമതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ കാര്യത്തിലല്ല, അവരെ ദേശീയ മഹിളാ അസോസിയേഷൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാവായിട്ട് ദേശീയ പ്രസിഡന്റ് എന്ന നിലയിലാണ് ഇളവ് കൊടുത്ത് കേന്ദ്ര കമ്മിറ്റിയിൽ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ 75 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം CPM-ൽ ഇപ്പോൾ റിട്ടയർമെൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇരുത്തിയിരിക്കുന്ന ഒരു കാരണം ഇതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ദേശീയ തലത്തിൽ പ്രവർത്തിക്കണം, ഇവിടെ പ്രവർത്തിക്കാൻ ആൾ വേണ്ട, അവിടെ പ്രവർത്തിക്കാൻ ആളില്ലാതാവില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നാണ് ചോദിക്കുന്നത്. ഇനി ബേബി പറയുന്നു അങ്ങനെ സംസ്ഥാനത്ത് വിലക്കൊന്നുമില്ല, വിലക്കുണ്ടെങ്കിൽ ബേബി പറയുന്നതും ഗോവിന്ദൻ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഗോവിന്ദൻ പറയുന്നത് പങ്കെടുക്കേണ്ടതില്ല, അവിടെ പങ്കെടുത്താതെ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആദ്യമാണ്. ഇവിടെ ബേബി പറയുന്നത് പങ്കെടുക്കാതെ, ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു പിണറായി തീരുമാനം. അതെ, പിണറായിയാണല്ലോ അന്തിമം. അതായത് AK സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നമ്മൾ കണ്ടതല്ലേ, ഏറ്റവും പിറകിലായി ഈ പറയുന്ന 3, 4, 5 വരികൾക്ക് പിറകിൽ ദേശീയ ജനറൽ സെക്രട്ടറി മാറി നിൽക്കുന്നത്. ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആയിട്ടുള്ള ആള് ഉദ്ഘാടനം ചെയ്യുന്നു. പിണറായിക്ക് മേലെ ഒന്നുമില്ല, പിണറായിക്ക് താഴെയാണ്. അല്ല, മറ്റേ അയ്യപ്പനും കോശി എന്ന സിനിമയിൽ പറയുമല്ലോ, ആ വകുപ്പിന് താഴെയാണോ 306 താഴെയാണോ ഈ വകുപ്പെന്ന് പറയുന്നത് പോലെ എനിക്ക് താഴെയാണോ ജനറൽ സെക്രട്ടറി PV എന്നാണ് പിണറായി പറയുന്നത്. ജനറൽ സെക്രട്ടറി PV, സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റും ശ്രീമതി സകലതും എനിക്ക് താഴെയാണ് എന്നാണ് പിണറായി പറയുന്നത്. അതെ, ഇരട്ടച്ചങ്കൻ. അപ്പൊ അതുകൊണ്ട് തന്നെ CPM, പക്ഷെ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ലെനിനിസ്റ്റ് സംഘടനാക്രമമോ പാർട്ടി കീഴ്വഴക്കമോ ഒന്നുമല്ല. ഇതൊക്കെ സ്വാഭാവികമായ സംഘടനാ സമ്മേളനങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. മുൻപ് ചോദ്യം ചെയ്തു കഴിഞ്ഞു, ചോദ്യം ചെയ്യപ്പെട്ടതുമാണ് പലതവണ. പക്ഷെ അതിലൊന്നും യാതൊരു പ്രസക്തിയില്ല. കാരണം അത്രയേറെ പവർഫുള്ളാണ് പിണറായി വിജയൻ എന്നുള്ളത് നമ്മൾ ആ വാസ്തവം മനസ്സിലാക്കണം. നമ്മൾ പിണറായി വിജയനെ വിമർശിക്കുന്നു, ഈ CPM-ന്റെ ഘടനയെ അട്ടിമറിച്ചുകൊണ്ടാണ് പിണറായി പോകുന്നത് എന്നുള്ളത് നമ്മൾ പറയുന്നു. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും വരെ കഴിഞ്ഞു, പിണറായിക്കെതിരെ ഒരു അക്ഷരം എവിടുന്നെങ്കിലും വന്നോ? വിമർശനങ്ങളുണ്ടായി, ഭരണത്തെ പറ്റിയൊക്കെ വിമർശനങ്ങളുണ്ടായി, പോലീസിനെ പറ്റി വിമർശനങ്ങളുണ്ടായി, ഭരണത്തിൽ കഴിവുകേടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിനെതിരെ എവിടെയെങ്കിലും ഒരു വാക്കെങ്കിലും ഉയരാൻ കഴിയില്ല. കാരണം പണ്ട് സ്റ്റാലിനെ പറ്റി പറയുന്ന ഒരു വാർത്തയുണ്ട്. സ്റ്റാലിൻ പാർട്ടി സമ്മേളനങ്ങൾ ഇല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാലിൻ നടക്കുമ്പോൾ എപ്പോഴും അരയിൽ ഒരു തോക്ക് കാണും. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും പാർട്ടി എന്ന് പറയുന്നത് അത്രയേറെ ഒരു വലിയ സംവിധാനമാണ്. അതിനകത്ത് ചോദ്യങ്ങൾ ഉയരും, ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്. അപ്പോൾ അവരെല്ലാവരും പലരും വഹിക്കുമ്പോഴത്തേക്കും സ്റ്റാലിൻ തൻ്റെ തോക്കെടുത്ത് മേശപ്പുറത്ത് വയ്ക്കും. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇരിക്കും.
എന്നിട്ട് ഇരിക്കാത്തവർക്ക് കുറച്ചുകൂടെ വലിയ തോക്കെടുത്ത് വയ്ക്കും. അപ്പോഴും കുറേ പേര് ഇരിക്കില്ല, അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പറയും, സഖാക്കളെ നിങ്ങൾക്ക് പുനർവിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമുണ്ട്, അതിനായി നിങ്ങളെ സൈബീരിയയിലേക്ക് അയക്കുകയാണ്. സൈബീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റഷ്യയുടെ നോർത്ത് ഭാഗമാണ്, സോവിയറ്റ് യൂണിയൻ്റെ. കൊടും തണുപ്പാണ്, മാരക തണുപ്പാണ്. അവിടേക്ക് പാർട്ടി പഠനത്തിനായിട്ട് പുനർവിദ്യാഭ്യാസത്തിനായിട്ട് പോയിട്ടുള്ള ആരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അതാണ് റഷ്യയിലെ സ്റ്റാലിനിസ്റ്റ് രീതി എന്ന് പറയുന്നത്. സ്റ്റാലിൻ ഒരു മടിയുമില്ലാതെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയ ആളാണ്. ആ സ്റ്റാലിനിസ്റ്റ് രീതികൾ സംഘടനയിലേക്ക് പകർത്താനാണ് പിണറായി വിജയൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന തൻ്റെ അപ്രമാദിത്യം ഉയർന്നു നിൽക്കുന്നത്. പിണറായി വിജയൻ്റെ ശോഭ അതിഗംഭീരമാണെന്ന് കെ രാഗേഷ് പറയുന്നത്. അതായത് കെ രാഗേഷിനെ ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് അയച്ചു. അപ്പോൾ കെ രാഗേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കെ രാഗേഷ് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയിട്ടാണ് പറയുന്നത്, സഹജീവികൾക്കായി സ്വയം കത്തിയിരിക്കുന്ന സൂര്യനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് കെ രാഗേഷ് പറയുന്നത്. എണ്ണമറ്റ പോരാട്ടങ്ങൾ നടത്തിയ പിണറായി വിജയന് തൻ്റെ ജീവിതം ത്യാഗപൂർണ്ണമാണെന്ന് രാഗേഷ് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്ത കാലയളവ് രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും സഫലമായ ഒന്നാണ്. സഫലമായി നിർവൃതി എന്നൊക്കെ നമ്മൾ പറയുന്നത് ആത്മീയ തലത്തിലൊക്കെ ഉണ്ടാകുന്നത് അതുപോലെയാണ് രാഗേഷിനുണ്ടായിരിക്കുന്ന അനുഭൂതി എന്നാണ് പറയേണ്ടത്. അതായത് ഇത് പറയുന്ന ഫയലുകളിൽ തിരയേണ്ട, എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയ ഇവരൊക്കെ പിണറായി വിജയന്റെ പടം പൂജമുറി വെക്കാൻ സാധ്യതയുണ്ട്. അതായത് സംഭവിച്ചു നോക്കൂ. അതായത് നമുക്ക് ഈ പറയുന്ന എനിമി അറ്റ് ദ ഗേറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ കാണാൻ കഴിയും. എനിമി അറ്റ് ദ ഗേറ്റ്സ് എന്ന് പറയുന്നത് സോവിയറ്റ് രണ്ടാം ലോകമായുധത്തിൻ്റെ കഥയാണ്. അതിൽ ഈ പറയുന്ന സോവിയറ്റ് യൂണിയനിലെ പട്ടാളക്കാരെ വിളിച്ച് നിർത്തിയിട്ട് അവരുടെ കമാൻഡർ പറയും, നോക്കൂ എത്ര ദയവായ്പോടുകൂടിയാണ് സ്റ്റാലിൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാലിന് വലിയ പടം വെച്ചേക്കും അവിടെ. അത് നോക്കിയിട്ടാണ് പറയുന്നത്, എത്ര ദയവായ്പോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ, നിങ്ങൾ നോക്കൂ, പരമകാരുണ്യവാനാണ് അദ്ദേഹം. കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഏംഗൽസ് കവിത എഴുതിയിട്ടുണ്ട്. ഏംഗൽസിൻ്റെ കവിതകൾ എഴുതി നോക്കിയാൽ അറിയാം, പ്രഭോ അങ്ങ് എത്ര ദയാലുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏംഗൽസ് എഴുതിയിട്ടുണ്ട് കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ട്. പക്ഷേ ഇതല്ല, ദൈവവൽക്കരിക്കുകയാണ്. മാർസിനെ ഇങ്ങനെ ദൈവവൽക്കരിച്ചിട്ടില്ല. പക്ഷെ ഇത് ഉള്ളിൽ നിന്ന് വരുന്നതല്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ പുകഴ്ത്താൻ വേണ്ടി, അതായത് ഇവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി. ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പതനം ഈ മുഖ്യമന്ത്രിക്ക് ഉണ്ടായ എല്ലാവരും കൂടെ കയറി അടിക്കും. അതെ അതെ, അതായത് ദീപസ്തംഭ മഹാചര്യം നമുക്ക് കിട്ടണം പണം. അതാണ് സ്ഥാനമാനങ്ങൾ, പൊസിഷനുകൾ, പാർട്ടിയുടെ നിലനിൽപ്പ്, സംഘടനയുടെ നിലനിൽപ്പ്, സ്വന്തം. ഞാൻ ആലോചിക്കാറുണ്ട്, കമ്മ്യൂണിസ്റ്റുകളാണോ ഇവരൊക്കെ? സ്വാഭാവികമായിട്ടും അല്ല എന്നുള്ളതാണ് അതിന് ഉത്തരം. എന്തായാലും CPM-ലെ ഇത്തരം കീഴ്വഴക്കങ്ങൾ, ഇത്തരം മുന്നോട്ട് പോക്കുകൾ ആത്യന്തികമായി പാർട്ടിയെ അതെ ജി സുധാകരൻ ഇവരുടെയൊക്കെ പ്രസക്തി അതാണ്. തൻകാര്യം നോക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്ക് കീഴ്പ്പെട്ട് നിൽക്കുമായിരുന്നു. പാർട്ടി ശാസിച്ചാൽ ഒരു പരിധി വരെ ഒന്ന് ഒരു പൊടിക്ക് അടങ്ങുമായിരുന്നു. പക്ഷേ ഇതെന്തായാലും പാർട്ടിയുടെ CPM-ന്റെ ആത്യന്തികമായ നിലനിൽപ്പിന് ഒട്ടും ആശാസ്യകരമല്ല. ഇത് മുന്നോട്ട് പോക്ക് വലിയ തകർച്ചയിലേക്കായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കീഴ്വഴക്കങ്ങൾ ശരിയല്ല എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.